ഈ ഭാഗത്താണ് നമ്മൾ ഈ രണ്ട് ചെക്കന്മാർ നിൽക്കുന്ന ഭാഗത്താണ് നമ്മളെ ബാൽക്കണി കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഇങ്ങോട്ടാണ് ബാക്കിലെ സൈഡിലാണ് ഇങ്ങോട്ടാണ് സിറ്റ് ഔട്ടും കാര്യങ്ങളും വരുന്നത്. ഹായ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ദിവസം പറഞ്ഞാൽ ഏകദേശം ഇന്നലെ നമ്മൾ ആ കാണുന്ന ഫ്ലോറൊക്കെ റെഡിയാക്കി പോയാണ്. പിന്നെ ഇന്ന് നമ്മൾ പന വെട്ടി ആ പന കൊടുന്നതിന് ആ പന ചീന്തി ലെവലാക്കി ഇവിടെ കൊടുന്നിട്ടാണ്. ഇനി ഈ സാധനം അതിൻ്റെ നുറുക്കെത്തിക്കണം. അതിൻ്റെ നുറുകിലെത്തിയിട്ട് ഒരു ഫ്ലോർ ആക്കിയിട്ട് നല്ല രീതിയിൽ ഇന്ന് വിരിക്കണം. ഈ കാണുന്ന പനമരമാണ് നമുക്ക് വെട്ടാനുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കണം. മഴയൊക്കെ നന്നായിട്ട് മുറുക്കി കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു പണിയും കിട്ടി. എന്ത് ചെയ്യും? അപ്പോൾ നമ്മൾ വെട്ടാലെ മഴ കേട് നിൽക്കുകയാണ്. അപ്പോൾ അത് നന്നാക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഫാസിൽ. ഏതായാലും ഒരുപാട് പണിൻ്റെ മേലെ പണിയാണ് ഇപ്പോൾ കിട്ടുന്നത്. നമ്മളെ പന മുറിക്കുന്ന പരിപാടിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം പന പകുതിയാണ് മുറിഞ്ഞാണ്ട്. ലൈറ്റുള്ള പനയാണ് കേട്ടോ സാധനം. നമ്മൾ പാനൊക്കെ റെഡിയാക്കി നല്ല ഫ്ലോറിലുള്ള സാധനമൊക്കെ ഏകദേശം റെഡിയാക്കണം. ഇനിയിപ്പോൾ ആ സാധനം എടുത്തിട്ട് നമ്മൾ ഏർമാടത്തിൻ്റെ അടുത്ത് കൊണ്ടുപോയിക്കാണ്. ആ ഒരു പരിപാടി ഇപ്പോൾ നടക്കുന്നത്. എല്ലാവരും നല്ല ഉത്സാഹത്തിലാട്ടോ പരിപാടിയൊക്കെ നടത്തുന്നത്. പന വെട്ടിയോടത്തുനിന്ന് കുറച്ച് പോകാണ്ട് നമ്മൾ ഏർമാടത്തേക്ക്. ഇതാണ് തനി കാടാണ് കേട്ടോ ഇവിടെ. അപ്പോൾ ഏകദേശം നമ്മൾ ഏർമാടത്തിൻ്റെ അടുത്തെത്തി. ഏർമാടം അതിൻ്റെ നെറുവിലാണ് ഉണ്ടാക്കുന്നത്. കെട്ടപ്പാക്കിയിട്ട് ഇവിടെ നമ്മൾ ടെൻറ്റും കാര്യങ്ങളൊക്കെ അടിച്ച് അടിപൊളിയാക്കി വെച്ചത്. പിന്നെ അതെന്താ ചോദിച്ചാൽ നമുക്ക് മഴ വരികയാണെങ്കിൽ അഥവാറ്റൊരു താങ്ങായിട്ട് വെച്ചാൽ അത് അർപ്പായി. അപ്പോൾ നമ്മൾ അടിയത്തെ ഫ്ലോറിനുള്ള സാധനങ്ങൾ ഇങ്ങനെ നെറുക്കി കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ അവിടെ ഓരോന്നായിട്ട് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഇന്ന് ഫ്ലോറിൻ്റെ പരിപാടി മൊത്തം ഏകദേശം ഇന്ന് കഴിയും. ഇതാ അടുത്തെടുത്തും ഭയങ്കര എന്താ പറയുക ഉന്മേഷത്തിലും ഇങ്ങനെയാണ് നമ്മളെ ഗ്രൗണ്ട് ഫ്ലോർ നടക്കുന്നത്. ഏകദേശം ഇനിയിപ്പോൾ കയറെടുത്ത് കെട്ടുക അതേ മുകളിൽ അല്ലറ ചില്ലറ പരിപാടികൾ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഒരു ഉച്ചയ്ക്ക് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകും. ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും വരും. അതിന് ശേഷമാണ് നമ്മൾ അടിയിലെ ഫ്ലോറിനുള്ള ചെറിയ കഷ്ണങ്ങളൊക്കെ ഇടുന്നത്. ഏർമാട് ഉണ്ടാക്കുന്നതിന് രണ്ടാമത്തെ ദിവസമാണിത്. അപ്പോൾ ഇതിന് നമ്മൾ ഫസ്റ്റ് ദിവസം നമ്മൾ അളകും കാര്യങ്ങളൊക്കെ കയറ്റി. രണ്ടാമത്തെ ദിവസം നമ്മൾ ഫ്ലോറിനുള്ള പരിപാടി ഏകദേശം കഴിഞ്ഞ്. ഇനിയിപ്പോൾ എന്താ വെച്ചാൽ ഇതിനൊരു കൂടെ പാത്തിടണം. പിന്നെ ചെറുതായിട്ട് തൂണുകളൊക്കെ വെച്ച് കൊടുക്കണം. അപ്പോൾ ഏകദേശം ഒരു 35 അടി ഉയരത്തിലാണ് നമ്മൾ ഈ ഏർമാടം കെട്ടുന്നത്. ഈ ഭാഗത്താണ് നമ്മൾ ഈ രണ്ട് ചെക്കന്മാർ നിൽക്കുന്ന ഭാഗത്താണ് നമ്മളെ ബാൽക്കണി കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഇങ്ങോട്ടാണ് ബാക്കിലെ സൈഡിലാണ് ഇങ്ങോട്ടാണ് സിറ്റ് ഔട്ടും കാര്യങ്ങൾ വരുന്നത്. പിന്നെ അങ്ങോട്ട് ചെറിയൊരു കിച്ചണിൻ്റെ ടൈപ്പ് എന്തോ ഉണ്ടാക്കുന്നുണ്ട് പറഞ്ഞിട്ടുണ്ട്. അത് എന്താണെന്ന് ക്ലിയർ ആയിട്ടില്ല. അത് ഉണ്ടാക്കി വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ പൂർണ്ണരൂപം കാണാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ എന്താ വെച്ചാൽ ടീ ടൈമാണ്. ചായ എടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ നിറഞ്ഞ് ചെറിയതായിട്ട് റെസ്റ്റ് എടുക്കാൻ വന്നത്. ഇതിന് വേണ്ടി കുറേ ചായയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതാ കുറച്ച് ചായ ബിസ്ക്കറ്റ് പിന്നെ എല്ലാം താഴത്തുനിന്ന് നമ്മൾ സജ്ജീകരണമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ചങ്ങാതിൻ്റെ പേരുണ്ട് ഇവിടെ. അപ്പോൾ ആ വരയിൽ തന്നെ എല്ലാം കൊടുന്നാണ്ട് ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ഓ ഗായ്സ്, അപ്പോൾ നമ്മളെ അടിയിൽ നിന്ന് എങ്ങനെ മരം നെറുവൊക്കെ എത്തിക്കണമെന്ന് നിങ്ങൾ എടുക്കുക കണ്ടോളി. നമ്മൾ ആ കപ്പി ഉണ്ടല്ലോ, ആ കപ്പിയും ഉപയോഗിച്ചിട്ടാണ് മരം ഏകദേശം കയറ്റിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ആ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇവിടെ നെറുവൊക്കെ എത്തുന്നത്. സിമ്പിൾ പരിപാടി കേട്ടോ. അതായത് നമ്മൾ കിണറ്റിൽ നിന്ന് വെള്ളം വെക്കും പോലെ തന്നെ വളരെയധികം സ്മൂത്തായിട്ടുള്ള പരിപാടിയാണ്. ഇപ്പോൾ മരം ഇവിടെ നെറുവിലെത്തി. ഇനിയിപ്പോൾ ഈ മരം എടുത്തിട്ട് കറക്റ്റ് ഇതിനെ ഗ്രൗണ്ട് ഫ്ലോർ ആക്കിയിട്ട് ഓരോന്നും അട്ടിക്കട്ടിക്ക് വെക്കുക. പിന്നെ അതിൻ്റെ അളവും കാര്യങ്ങളൊന്നും ശരിയല്ല. കാരണം എന്ന് വെച്ചാൽ കറക്റ്റ് അളവ് എടുത്തിട്ടല്ലേ നമ്മൾ മുറിച്ചത്. പിന്നെ ഇനി ഇതിവിടെ മുറിച്ചിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്.
പണി ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പാത്തി ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. പാത്തി ഏകദേശം പകുതി ഇപ്പോൾ പാത്തി നമ്മൾ നെറുക്കറ്റ് എത്തിക്കണേ. ഈ ബാക്കിയുള്ള ശേഷം മഴ ഉണ്ട്, അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇതിന് വിസിലെടുക്കാൻ കഴിയുള്ളൂ. നമ്മളെ പാത്തി പണിയൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് ഇത് കയറുകൊണ്ട് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു ഭാഗത്ത് അതിൻ്റെ പരിപാടി നന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് അവനാണ് മെയിനായിട്ട് നമ്മളെ പാത്തി പണീൻ്റെ മെയിൻ ഹെഡ് ഓഫീസ് അവിടെയാണ്. ഏർമാടത്തിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് ഈ കാണുന്നത്. നല്ല അടിപൊളിയായിട്ട് എന്താ പറയുക, ഇവിടെയാണ് ഈ ബാൽക്കണി കാര്യങ്ങളൊക്കെ വരുന്നത്. ഇപ്പോഴത്തെ പ്ലാനിങ് എന്താ വെച്ചാൽ നമ്മൾ ഏണി കെട്ടാനുള്ള പരിപാടിയാണ്. അതായത് നെറുന്ന് ചാട്ടിന്ന് നമുക്ക് നെറു കയറാനുള്ള ഏണി കെട്ടാനുള്ള സെറ്റപ്പാണ് നമ്മളിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിനി മുള വെട്ടാണ്ട്, അതായത് നമ്മൾ കോണി ഉണ്ടാക്കാൻ പോകണം അതിൻ്റെ കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ മുള വെട്ടാനുള്ള പ്ലാനിങ്ങളാണ് ഇപ്പോൾ നമ്മളിങ്ങനെ പോയിട്ടിരിക്കുന്നത്. കണ്ടിട്ട് മുള വെട്ടാനുള്ള പരിപാടിയിലാണ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ കാണുന്ന മുളയാണ് നമ്മൾ വെട്ടാൻ പോകുന്നത്. നല്ല അത്യാവശ്യം നല്ല കാട് കേട്ടോ. ഈ കാടിനുള്ള നല്ല റിസ്ക് എടുത്തിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ ഇതാണ് ഈ മുളക്കൂട്ടം. ഇത് വെട്ടിയിട്ട് ഇപ്പോൾ നമ്മളെ മുള വെട്ടിക്കൊണ്ടിരിക്കുകയാണ്, കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ മുള ഉണങ്ങിയോണ്ട് തന്നെ നല്ല റിസ്ക് ഉണ്ട് വെട്ടാൻ. നമ്മളെ മുളൊക്കെ വെട്ടി റെഡിയാക്കി സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ അത് നേരെ എറുമാടത്തിൻ്റെ ഒക്കെ കൊണ്ടേക്ക് ആ ഒരു ഡ്യൂട്ടി മാത്രമേ ഉള്ളൂ ഇനി. അപ്പം ഇനി ഇവിടുന്ന് ഇങ്ങനെ ഓരോന്നായിട്ട് ഓരോരുത്തർ കൈ പിടിച്ചത്. പിന്നെ നമുക്ക് പരിപാടിയൊന്നുമില്ല, കാര്യമായിട്ട് ഫോൺ പിടിച്ചിങ്ങനെ മമ്മൂട്ടി നടക്കാന്നുള്ളൊരു പരിപാടി മാത്രമേ ഉള്ളൂ. അങ്ങനെ മുള കൊടുത്തിട്ടുള്ള റെസ്റ്റിലാണ് ഇപ്പോൾ എല്ലാവരും നിൽക്കുന്നത്. ഭയങ്കര സ്നേഹത്തില്ല, കാരണം ഒരുപാട് താഴത്തു നിന്ന് തന്നെ മുള കൊടുന്നുകൊണ്ട് നല്ല റിസ്ക് ഉണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട്. ഇപ്പോൾ അവിടെ സാധനം മുളൊക്കെ അവിടെ എത്തിയാണ്. ഇനി അതിന് നെറുക്ക് കയറ്റണം. പിന്നെ നമ്മളെ റൂപ്പ് ലാഡറിന് വേണ്ടിയുള്ള പരിപാടി ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അളവും കാര്യങ്ങളും ഇങ്ങനെ എടുത്തുകൊണ്ട് കണ്ട് സൈഡിൽ. പിന്നെ ഇതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ നിലക്കഞ്ഞ് ഇതിന്മേൽ കയറ് കെട്ടിയിട്ട് നേരെ കാണുന്ന എറുമാടത്തുമ്പോഴേക്ക് തൂക്കി ഇറക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഏകദേശം ഒരു 1.5 അടി വീതിയിലാണ് നമ്മൾ ഈ റോപ്പ് ലാഡറിലുള്ള മരങ്ങളൊക്കെ മുറിച്ച് സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്താ പരിപാടി ചോദിച്ചാൽ ഇതേ മുകളിൽ ഇതിമേ റോപ്പ് കെട്ടിയാണ്ട് നമ്മൾ നല്ല 1.5 രീതിയിൽ നമുക്ക് കെട്ടണം. അതായത് നമുക്ക് സേഫ്റ്റി ഉറപ്പ് വരുത്തിയിട്ട് കാര്യങ്ങൾ ചെയ്തിട്ട് നല്ല വലിച്ചൂരം കെട്ടെന്ന് പറയാം നമ്മുടെ ഭാഷയിൽ. ആ കെട്ട് കെട്ടിയിട്ട് വേണം നമ്മളിത് നേരെ എറുമാടത്തിൻ്റെ അവിടെ സെറ്റാക്കാനായിട്ട്. നമ്മളെ കോണി ഇതാണ്, നമ്മളെ എറുമാടത്തേക്കുള്ള കോണി ഇതായി കാണുന്നതാണ്. നമ്മൾ ഏകദേശം സെറ്റായി കഴിഞ്ഞ് അപ്പോൾ നമ്മളെ കുറച്ച് ചെക്കന്മാർ ഇവിടെ നിൽക്കുന്നുണ്ട്. അതായത് എറുമാടത്തിൻ്റെ നെറുവിൽ നമ്മളെ എറുമാടത്തിൻ്റെ കോണിയും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? താഴത്തോട്ട് നോക്ക്. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ 70% നമ്മളെ പരിപാടി ചെയ്യുന്നത്. ബാക്കി 30% നമ്മളിപ്പോൾ സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുകയാണ്, കെട്ടിക്കൊണ്ടിരിക്കുക.
നമ്മൾ ടെസ്റ്റ് ചെയ്ത് വെക്കണ്ട് നമ്മൾ ഏത് ഭാഗത്തേക്ക് ഏർമാനത്തിൻ്റെ റെയർ റോപ്പ് വെക്കാന്നില്ലേ. അപ്പോൾ ഇങ്ങനെ വെച്ചപ്പോൾ എന്താ അവസ്ഥ എന്താ വെച്ചാൽ ഭയങ്കര ടാസ്ക്കാണ് കയറാനായിട്ട്. കാരണം ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. എങ്ങനെയുണ്ട് അംസു അതിന് കയറിയിട്ട് എങ്ങനെയുണ്ട്? പെർഫെക്റ്റ്. ഓക്കെ, നല്ല ആട്ടാടുണ്ട്. സംഗതി പേടിച്ചിട്ടാണ് കയറണെങ്കിലും രണ്ടിന്റെ ഒരു മുട്ട് കേറിയതാ ഞാൻ കേറാനിട്ടേ. ഇനി അവിടുന്ന് ഇറങ്ങണ്ട, കൊളാവും. സംഗതി എന്താ വെച്ചാൽ ഓക്സിജൻ കേറി പെട്ടിക്കണ് അതിന്റെ നെറിൽ. എങ്ങനെങ്കിലും ഇപ്പൊ എത്തി കിട്ടിയാൽ മതി ഒരവസ്ഥയിലാണ് ഇപ്പൊ നിക്കണത്. എന്താ ഫാൻ ഇട്ട് കയറാന്ന് അവനെ പറഞ്ഞു കേട്ടോ. ആള് പറയാ പിന്നെ മരത്തുമ്പോ കയറാൻ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളാണ്. എങ്ങനെ ഏത് കാട്ടുകൂടി അവൻ പോവും, എന്ത് പോക്കാവും പോണ്. ആവാസ് കയറില്ലേ? ഇപ്പൊ എന്താ വെച്ചാൽ നമ്മൾ ഈ പരീക്ഷണം ഒഴിവാക്കണേ. കാരണം എന്താ വെച്ചാൽ എല്ലാവർക്കും ഇതിൽ കൂടെ കയറാൻ പറ്റിയ ഒരു ഇതല്ല. കാരണം ഭയങ്കര ടാസ്ക്കാണ് ഈ കയറ്റമൊക്കെ. നമ്മൾ ആദ്യത്തെ പരീക്ഷണം ഒഴിവാക്കിയിരിക്കുക ഭയങ്കര ടാസ്ക് ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ അടുത്ത പ്ലാനിങ് എന്താ വെച്ചാൽ ഇവിടെ 2 കോൽ ഇട്ടിട്ട് അയിമ സെറ്റാക്കിയിട്ട് വേണം നേരെ ഓപ്പുമ്പോ കയറാനായിട്ട്. അതാകുമ്പോൾ ആട്ടം കമ്മി കയറും. മറ്റെന്താ വെച്ചാൽ ഭയങ്കര വീഴ്ചയും കാര്യങ്ങളൊക്കെ സംഭവിച്ചു ഇതിന്റെ ഇടയ്ക്ക് നമുക്ക്. കഴിഞ്ഞപ്പോൾ മറ്റേ നമ്മൾ റോപ്പ് ലൈഡർ ചെരിച്ച വെച്ചിന് ഏകദേശം ആ മരത്തുമ്പോൾ കാണാം. ആ മരത്തുമ്പോൾ നമ്മൾ വെച്ചിന്. പക്ഷെ എന്താ വെച്ചാൽ സംഭവിച്ചെന്താ വെച്ചാൽ ഭയങ്കര ആട്ടാണ് നമ്മളെ റോപ്പ് ലൈഡറിന് വരുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മളിപ്പോൾ 2 മരമൊക്കെ സപ്പോർട്ടാക്കി കൊടുത്തിട്ട് ആദ്യം ഒന്ന് നേരെ ഉയർത്തിക്കാണ് നമ്മളെ റോപ്പ് ലൈഡർ. ഇപ്പോൾ ആട്ടങ്ങളും കാര്യങ്ങളൊന്നുമില്ല, ഒരു നല്ല തന്നെ നിലയിൽ നമുക്ക് കയറി പോകാം അതിൻ്റെ നെറുവ്. ഇപ്പോൾ അതിൻ്റെ നെറുവിൽ പരിപാടികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കുറച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ബാക്കി നാളെ വേറെ വീഡിയോ ആയിട്ട് കാണാം. കാരണം ഈ വീഡിയോ കുറേ ലെങ്ത്തിലുണ്ട്, ഒറ്റയടിക്ക് പോസ്റ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട്, പാർട്ടായിട്ടാണ് കാണുന്നത്. അപ്പോൾ നാളത്തെ വീഡിയോക്ക് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്തു. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വ്ളോഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നാളെ വീണ്ടും നല്ലൊരു വ്ളോഗായിട്ട് തിരിച്ചു.